വെണ്ടയ്ക്കയാണ്. ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ വെണ്ടയ്ക്ക, സവാള, പച്ചമുളക്. ഇത് ഒരു സവാളയാണ്. ഇത് ഇച്ചിരി വലിപ്പമുള്ളതായിരുന്നു. ഇത്രയും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് മുറിച്ചിരിക്കുന്നത് ദേ ഈ വലിപ്പത്തിലാണ്. ഇത് കണ്ടോ, ഈ വലിപ്പത്തിലാണ്. വെണ്ടയ്ക്കും ഇത് ഇങ്ങനെയാണ് മുറിച്ചിരിക്കുന്നത്. പിന്നെ പച്ചമുളക് ഞാൻ ഒരു ശകലം വലിപ്പത്തിലാണ് മുറിച്ചിരിക്കുന്നത്. ഒരു 3-4 പച്ചമുളക്, ഇവിടെ എരിവില്ലാത്ത കൊണ്ട് ഒരു 3-4 പച്ചമുളകാണ് ഇത് ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം ഇത്രയും സാധനം, പിന്നെ എണ്ണ, ഉപ്പ്, ശകലം മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനം മതി നമുക്ക്. കടുക് പൊട്ടിക്കേണ്ട കാര്യമില്ല. എണ്ണ ഞാൻ ചീനച്ചട്ടിയിൽ ഒഴിച്ചു വെച്ചിരിക്കുകയാണ്. എണ്ണ ഒരല്പം കൂടുതൽ വേണം നമുക്ക്. ഇത് കണ്ടോ, ഇത് എണ്ണ എന്ന് പറഞ്ഞാൽ ഈ സ്പൂണിന് ഒരു 3-3.5 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഈ എണ്ണ ലാസ്റ്റ് നമുക്ക് കറി ആയി കഴിയുമ്പോൾ നമ്മൾ സൈഡിലോട്ട് വെണ്ടയ്ക്ക ആക്കിയാൽ മതി. അപ്പം എണ്ണ നമുക്ക് മാറ്റിയെടുക്കുകയും ചെയ്യാം. അപ്പം വെണ്ടയ്ക്ക പക്ഷേ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരല്പം എണ്ണ കൂടുതൽ വേണം. അപ്പം ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്ക് വെണ്ടയ്ക്ക ഇതിലോട്ട് അങ്ങ് ഇടണം. ചീനച്ചട്ടിയിൽ ഞാൻ എണ്ണ ചൂടാക്കി വെച്ചിരിക്കുവാണ്. അപ്പോൾ ഇതിനകത്ത് കടുകൊന്നും പൊട്ടിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഞാൻ എണ്ണ ചൂടായ കാരണം കൊണ്ട് ഞാൻ വെണ്ടയ്ക്ക ഇതിനകത്തോട്ട് അങ്ങ് ഇടുകയാണ്. വെണ്ടയ്ക്ക ഇട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണേ. ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു ചെറിയൊരു വഴുവഴുപ്പില്ലേ, ആ വഴുവഴുപ്പ് മാറി കഴിയുമ്പോഴാണ് നമ്മൾ സവോള ഇതിനകത്തോട്ട് ഇടുന്നത്. സവോളയും പച്ചമുളകും ഉപ്പും ഒന്നും ഇപ്പം ഇടത്തില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി വന്നു കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ആ വഴുവഴുപ്പ് മാറിയെന്ന്. വെണ്ടയ്ക്ക പിന്നെ നല്ലപോലെ കഴുകണം. ഒരു അരമണിക്കൂറോളം നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കണം. അതിൻ്റെ അഴുക്കെല്ലാം പോയി കഴിഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി, ഞാനിത് കഴുകി വൃത്തിയാക്കി ഞാൻ മുറിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുമായിരുന്നു. അപ്പം ഞാൻ ഇന്നലെ എല്ലാം ചെയ്ത് വെച്ചിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് ധൃതിയില്ലായിരുന്നു. അപ്പം പതുക്കെ എല്ലാം ഞാൻ ചെയ്തായിരുന്നു. അപ്പം നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ നമ്മൾ മേടിച്ചുകൊണ്ട് വന്നിട്ട് വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കണം. കാരണം ഇതിൽ ഒത്തിരി ഈ പെസ്റ്റിസൈഡൊക്കെ അടിക്കുന്നതാണല്ലോ. പിന്നെ അത് തന്നെയല്ല, പുഴുക്കൾ കാണും ഇതിനകത്ത്. അതെല്ലാം ശ്രദ്ധിച്ചൊക്കെ വേണമല്ലോ യൂസ് ചെയ്യാൻ. അങ്ങനെയൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഞാൻ. ഓക്കെ, അപ്പം ഞാൻ കാണിച്ചു തരാം. വെണ്ടയ്ക്കകത്ത് ഞാൻ മുളകും സവോളയും കൂടെ ചേർത്തിട്ട് ഇളക്കി കൊടുത്തിട്ട് ഞാൻ ഒരു സ്പൂണ് മുഴുവൻ ഇട്ടില്ല, ഉപ്പും കൂടി ചേർത്ത്. അപ്പം ഒരു പക്ഷേ എൻ്റെ മൊബൈല് നിന്ന് പോയെന്ന് തോന്നുന്നേ. അഥവാ പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂൺ ഇടുകയാണ്. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കും. നോക്കണം മഞ്ഞൾപ്പൊടി പാകമാണോ എന്ന്. ഉപ്പും മഞ്ഞൾപ്പൊടിയും കണക്കനുസരിച്ച് വേണം ഇടാൻ. അപ്പോൾ ഞാൻ ഇത് എല്ലാ സാധനങ്ങളെല്ലാം ചേർത്തു. ഒരു 5 മിനിറ്റ് നേരത്തേന് നമ്മളിത് അടച്ചു വെക്കും. അടച്ചു വെച്ചിട്ട് പിന്നെ അത് തുറന്നേ വെക്കത്തുള്ളൂ. പിന്നെ ഇനി അടച്ചു വെക്കത്തില്ല. ജസ്റ്റ് ഒന്ന് ഇതിന് അടച്ചു വെക്കാം. നമുക്ക് മസാല എല്ലാം പിടിക്കും. എന്നാൽ ഒത്തിരി നേരം അടച്ചു വെക്കുകയും വേണ്ട കേട്ടോ. അപ്പം നമ്മളുടെ വെണ്ടയ്ക്ക, ഇതിനെന്തോ പറയുന്ന, മെഴുക്കുവരട്ടി എന്നും പറയാം. നമ്മുടെ നാട്ടിൽ വെക്കുന്ന പോലെ അല്ല, വേറെ രീതിയിലാണ്. അപ്പം പിന്നെ ഇപ്പം റെഡിയാകും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയാണ് ഇത് കഴിക്കേണ്ടത്. അപ്പം ഒത്തിരി ടേസ്റ്റാണ്. ഇപ്പോൾ 5 മിനിറ്റ് ആയ വെണ്ടയ്ക്ക നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ഇനി ഇത് അടച്ചു വെക്കണ്ട കേട്ടോ. ഇനി ഇത് തുറന്നു വെച്ചാണ് നമുക്ക് റെഡിയാക്കേണ്ടത്. വെണ്ടയ്ക്ക ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകാത്ത രീതിയിലാവുമ്പോൾ നിർത്തണം, ഗ്യാസ് നിർത്തി വെക്കണം. പിന്നെ ഉപ്പ് ചെക്ക് ചെയ്തേക്കണം. ഞാൻ ഉപ്പ് ചെക്ക് ചെയ്യാറില്ല, എനിക്ക് അളവനുസരിച്ചാണ് ഞാൻ ഇടാറുള്ളത്. അതുകൊണ്ട് അപ്പം ഇങ്ങനെ വെണ്ടയ്ക്ക ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. പിന്നെ വേറൊരു കാര്യം, വെണ്ടയ്ക്ക ഉടഞ്ഞു പോകരുത്, അതും കൂടെ നോക്കണേ. ഗ്യാസ് സ്ലോയിലാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ വെണ്ടയ്ക്ക റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ചെറിയ സ്പൂണിന് 1 സ്പൂണ് കുരുമുളക് പൊടി ചേർക്കുകയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ കയ്യിൽ. അപ്പം ഇതിന് എന്താണെന്ന് ചോദിച്ചാൽ ഞാനിത് ചേർക്കുന്ന ഇച്ചിരി എരിവ് കുറവാണ്. വെണ്ടയ്ക്കയ്ക്ക് ഒരല്പം കൂടി എരിവ് കൂടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുരുമുളക് പൊടി ഇട്ടത്. അത് കഴിഞ്ഞ് ഞാൻ ഗ്യാസ് നിർത്തി വെച്ച് കഴിഞ്ഞ് ഇത് കണ്ടോ, ഞാൻ നടുക്കൂന്ന് ഇച്ചിരി ഇതെല്ലാം മാറ്റി വെച്ച് എണ്ണ നടുക്കോട്ട് വരാൻ വേണ്ടിയിട്ടാണ്.
അപ്പം ഇങ്ങനെ ചെയ്താൽ മതി. പിന്നെ നമ്മളുടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി എന്ന് പറയാം. വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇച്ചിരി പച്ചമുളക് വെച്ചതാണ്. എരിവ് കുറവുള്ളവര് മുളക് കടിച്ച് കഴിച്ചോളും. പിന്നെ ഇച്ചിരി ശകലം സ്പൈസിയാണ് ഏറ്റവും നല്ല ടേസ്റ്റ് കേട്ടോ. ഇപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കമന്റും ചെയ്യണം ഇഷ്ടപ്പെട്ടാലും ഇല്ലേലും. ഓക്കെ, ബൈ ബൈ.